നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറിയം സൂറത്തിന്റെ തുടക്കഭാഗത്ത് മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 ആയത്ത് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 12ാമത്തെ ആയത്ത് മുതൽ 15ാം ആയത്ത് വരെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം മഹാനായ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ മാതാവ് ഈശാ എന്നവർ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഗർഭിണിയാകാൻ ഉള്ള സന്തോഷ വാർത്ത അല്ലാഹു തആല നൽകി എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞത്. 120 വയസ്സ് പ്രായമുള്ള പിതാവ്, 98 വയസ്സ് പ്രായമുള്ള മാതാവ്, ഈ പ്രായത്തിലാണ് മക്കളില്ല എന്ന പരാതിയുമായി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയുമായി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിച്ചു. നല്ലൊരു മോനെ അല്ലാഹു തആല നൽകുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചു. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനം അടുക്കാൻ എത്തിയ സമയമാണ് നമ്മൾ കഴിഞ്ഞ ആയത്ത് വരെ പറഞ്ഞത്. 12ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യ വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ വസലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു, വളർന്നു. ബഅദ വിലാദതിഹി ബിസ്സനതൈനി, 2 വർഷം കഴിഞ്ഞു, 2 വയസ്സായി. അതിനിടക്കൊന്നും ഖുർആൻ പിന്നെ പറയുന്നില്ല. എല്ലാം കൂടെ വിശദീകരിക്കാൻ ഖുർആന് പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പേജിലൊന്നും ഒതുങ്ങൂല. അപ്പൊ 2 വയസ്സ് കഴിഞ്ഞു. തഫ്സീർ ജലാലി പറയുന്നു 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയുന്നു, പിന്നെ പുതിയ ജനിച്ച മോനോട് യാ യഹ്യ നബിയെ, 2 വയസ്സ് കഴിഞ്ഞ മോനോടാണ്, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം നിങ്ങൾ കൈപ്പറ്റണം, ആ വേദഗ്രന്ഥം നിങ്ങൾ പിടിക്കണം. ഖുദിൽ കിതാബ ബിഖുവ വആതൈനാഹുൽ ഹുക്മ, ആ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല നബുവത്തും നൽകി. സ്വബിയൻ, ചെറിയ കുട്ടിയായ സമയത്ത്, 3ാമത്തെ വയസ്സിലാണത്. ചെറിയ പ്രായത്തിൽ തന്നെ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വഹി അറിയിച്ചു, ഗ്രന്ഥവും കൊടുത്തു. ഇത് വലിയൊരു അത്ഭുതമാണ്. മഹാന്മാരായ അല്ലാഹു തആല മഹാന്മാരാക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവര് വിജയിയാണോ പരാജിതനാണോ എന്ന് റൂഹ് ഊതുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. റൂഹ് ഉമ്മയുടെ ഗർഭാശയത്തിലാകുമ്പോൾ അവൻ വിജയിയാണോ പരാജയപ്പെടുന്ന ആളാണോ എന്ന് നേരത്തെ തീരുമാനിച്ചു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ഉടനെ തന്നെ ചെറിയ കുഞ്ഞു പ്രായത്തിൽ അല്ലാഹു തആല വേദഗ്രന്ഥം കൊടുത്തു, വഹി നൽകി. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, ആരാ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം? യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മഹാനായി. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോനാണ് എന്ന് മാത്രമല്ല പ്രത്യേകതയുള്ളത്, വലിയ സൂഫിയായിരുന്നു മഹാൻ, തെറ്റിലേക്ക് വഴുതി പോകാത്ത മഹാനാണ്. ഖാല സുബിയാൻ ലഹു, കുട്ടികളെല്ലാവരും വന്നിട്ടൊരു ദിവസം മഹാനായ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടത്തോട് വന്നിട്ട് പറയുന്നു, ഇദ്ഹബ ബിനാ നൽഅബു,
ഞങ്ങളെ കൂടെ ഒന്ന് കളിക്കണം, ഞങ്ങളെ കൂടെ ഒന്ന് കളിക്കാൻ വരണം യഹ്യ. നിങ്ങൾ എന്താ ഞങ്ങളെ കൂടെ കളിക്കാത്തത്? സമയം ചെലവഴിക്കാനൊക്കെ കളിക്കണ്ടേ? മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നമ്മെ പടച്ചത് ഇവിടെ കളിച്ച് സമയം തീർക്കാനല്ല. ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ ഇതാണ് മറുപടി. അപ്പൊ നല്ല തഖ്വയിലായി ജീവിച്ച മഹാനാണ്. തിന്മയിൽ നിന്ന് തിന്മ ജീവിതത്തിൽ തീരെ വരാതെ, നബിമാരെല്ലാവരും മഅസൂമീങ്ങളാണ്, തെറ്റിയാത്തവരാണ്. എന്നാൽ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, മാ മിൻ അഹദിൻ മിൻ വൽദി ആദമ ഇല്ലാ വഖദ് അഖ്തഅ ഹമ്മ ബിഖതീഅത്തിൻ ലൈസ ബിയഹ്യ ബിൻ സക്കരിയ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്തതികളിൽ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രാണ് തെറ്റിൽ നിന്ന് അത്രമേൽ മുക്തനായി പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അപ്പൊ നമുക്ക് തോന്നും, നബിമാരെല്ലാവരും മഅസൂമീങ്ങളാണല്ലോ, നബിമാർക്ക് ആർക്കും തെറ്റുപറ്റൂല, നബിമാരിൽ തെറ്റ് സംഭവിച്ചിട്ടും ഇല്ല. പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹ്യാ നബിനെ പറ്റി മാത്രം ഇങ്ങനെ പറഞ്ഞത്? യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റിലേക്കൊന്നും പോകാത്തവരാണ്. ആ തെറ്റ് ചെയ്തു പോകുമെന്നൊരു പേടി പോലും വന്നു പോകാതെ അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ച മഹാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ മറ്റു നബിമാരൊക്കെ തെറ്റ് ചെയ്തു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. പിന്നെ ഈ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം എന്താ? മറ്റുള്ള നബിമാരിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ജനങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നിപ്പോകുന്ന സംഭവങ്ങൾ വന്നിട്ടുണ്ട്. തെറ്റല്ല, അതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നാൽ അത് തെറ്റല്ല എന്ന് ബോധ്യപ്പെടും. ഒരു ഉദാഹരണം പറയാം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവ്വാ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയും സ്വർഗത്തിൽ നിന്ന് പഴം പറിച്ചു ഭൂമിയിലേക്ക് പുറത്തേക്ക് വന്നു. നമ്മൾ പറയും, വേണ്ടാത്ത പണിക്കോയി സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി, അതുകൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കടന്ന് ഇടങ്ങാറാവേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തതല്ല. അപ്പൊ തെറ്റാണെന്ന് പ്രത്യക്ഷത്തിൽ നമ്മെ പോലെയുള്ള ആളുകൾക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ചില പ്രവാചകന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ പോലുമുള്ള തെറ്റിദ്ധാരണക്ക് വകുപ്പുള്ള കാരണങ്ങൾ പോലും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അത്രയും പരിശുദ്ധൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. നേരത്തെ തന്നെ അല്ലാഹു തആല തീരുമാനിച്ചു വെച്ചു. നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലഖല്ലാഹു യഹ്യ ഇബ്നു സക്കരിയ ഫീ ബത്നി ഉമ്മിഹി മുഅ്മിനൻ. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് തന്നെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു മുഅ്മിനൻ എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വഖലഖ ഫിർഔന ഫീ ബത്നി ഉമ്മിഹി കാഫിറാ. ഫിർഔനിനെ അല്ലാഹു തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് തന്നെ കാഫിർ എന്ന നിലക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നേരത്തെ അല്ലാഹു തആല യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വലിയ മഹാനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെറ്റുകളിലേക്ക് വഴുതി പോകാതെ വലിയ സൂക്ഷ്മത പുലർത്തിയ മഹാനാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലേക്കാണ് 2 വയസ്സ് കഴിഞ്ഞ് 3-ാമത്തെ വയസ്സിൽ അല്ലാഹു തആല വഹി ഇറക്കി കൊടുക്കുന്നത്, വേദഗ്രന്ഥം ഇറക്കി കൊടുക്കുന്നത്. അത്രമേൽ മഹാനായിരുന്നു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകാണ്. ഇബ്നു വഹബ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സ്വഹാബിഹി യൗമൻ. നബി തങ്ങളും സ്വഹാബത്തും ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുന്നു. വഹും യതദാക്കറൂന ഫദ്ലുൽ അംബിയാ. അവർ അമ്പിയാക്കന്മാരെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഫഖാല ഖായിലുൻ. അതിന് പോകുന്നിടയ്ക്ക് ഓരോരുത്തർ ഓരോ നബിമാരെ മഹത്വം ഇങ്ങനെ പറയാണ്. അങ്ങനെ പോകുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരാൾ പറയുന്നു, മൂസാ കലീമുല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കലീമുള്ളയാണ്. വഖാല ഖായിലുൻ. മറ്റൊരാൾ പറയുന്നു ഈസാ നബിയെ കുറിച്ച്, ഈസാ റൂഹുല്ലാഹി. അല്ലാഹു തആല ഈസാ എന്ന് പറഞ്ഞ നബി റൂഹുല്ലാഹി വ കലിമത്തുഹു ആണ്. വഖാല ഖായിലുൻ. മറ്റൊരാൾ പറയുന്നു ഇബ്രാഹിമു ഖലീലുല്ലാഹ്.
ഇബ്രാഹിം നബി ഖലീലുള്ളയാണ്. ഇങ്ങനെ ഓരോ നബിമാരുടെയും മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാണ്. അങ്ങനെ പോകുമ്പോ ഓരോ നബിമാരിങ്ങനെ പറഞ്ഞു അവസാനം യഹ്യാ നബിനെ പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാണ്, ഫഖാല ഐന ഷഹീദു ഇബ്നു ഷഹീദ്, എവിടെ ഷഹീദിന്റെ മകൻ ഷഹീദ് എവിടെ? രക്തസാക്ഷിയുടെ മകൻ രക്തസാക്ഷി എവിടെ? നബിമാരാണ്, ജനങ്ങൾ കൊന്നുകളഞ്ഞു പോയവരാണ്, ഷഹീദായവരാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി. ആ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഓർമ്മിപ്പിച്ച് മുത്തുനബി തങ്ങൾ ചോദിച്ച പേരെന്താണ്? ഐന ഷഹീദു ഇബ്നു ഷഹീദ്. തീർന്നില്ല, നബി തങ്ങൾ പറയാണ് യൽബിസുൽ വബ്റ. ആ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപം എങ്ങനെയായിരുന്നു? ധരിച്ചിരുന്ന വസ്ത്രം ചെറിയ രോമമുള്ള, അതേ ഒട്ടകത്തിന്റെ രോമം പോലെയുള്ള രോമമുള്ള, ചെറിയ കട്ടിയുറഞ്ഞ വിലപിടിപ്പില്ലാത്ത ചെറിയ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. ഭക്ഷിച്ചിരുന്നതോ മരത്തിന്റെ ഇലകളായിരുന്നു. എത്രേ പഠിച്ചോനെ, മരത്തിന്റെ ഇലകൾ ഭക്ഷിച്ച് ജീവിച്ച പ്രവാചകൻ, തിന്മയെ വല്ലാതെ പേടിച്ച പ്രവാചകൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അത്രമേൽ സൂക്ഷ്മത പുലർത്തി മറ്റൊരു റിവായത്തിൽ കാണാം, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭക്ഷിച്ച ഭക്ഷണമതാ അൻ മുജാഹിദ് എന്ന പണ്ഡിതൻ പറയാണ്, കാന തുആമു യഹ്യ ഇബ്നു സക്കരിയ അൽ ഉശ്ബു, പച്ച പുല്ല് ഭക്ഷിച്ചവരായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മളൊരു പുൽക്കൂടിയെങ്കിലും വായിലിട്ട് ചമക്കാറുണ്ടോ? പച്ച പുല്ല് ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ച വലിയ സൂഫിയായ പ്രവാചകൻ, വലിയ മഹാനായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പദവി കൊടുത്തു. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ശബാബു അഹ്ലിൽ ജന്ന. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരമക്കളാണ്. ആ പേരമക്കൾ സ്വർഗ്ഗത്തിൽ അതാ യുവാക്കളുടെ നേതാവാണ്. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ഇല്ല ബിനൈ ഖാലത യഹ്യ വ ഈസ അലൈഹിമസ്സലാം, അക്കൂട്ടത്തിൽ എന്റെ സഹോദരന്റെ മക്കളായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും പെടൂല. അവരെക്കാൾ വലിയ ലീഡർമാർ ഇവരാകൂല എന്നർത്ഥം. അപ്പോ എത്രയോ മഹത്വം കൊടുത്തു യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അത്രയും സൂക്ഷ്മതയുള്ള മഹാനായതുകൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകമായി 5 കാര്യങ്ങൾ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ബനൂ ഇസ്രായേൽ നടപ്പാക്കാൻ. എന്താണ് പറഞ്ഞത്? യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, നിങ്ങളത് ചെയ്യണം, നിങ്ങളത് പറഞ്ഞു കൊടുക്കണം, നിങ്ങളത് ചെയ്യണം, നിങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണം. എല്ലാ പ്രവാചകന്മാരും വല്ലാതെ ഹൈ റിസ്ക് ആയി കണ്ടൊരു വിഷയമായിരുന്നു. ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാല് പെട്ടെന്നൊന്നും പറഞ്ഞു കേൾക്കുന്ന ടീമായിരുന്നില്ല, കുറച്ച് പണിയുണ്ടായിരുന്നു. അവരെ മുമ്പിൽ 5 കാര്യങ്ങള് പാസ്സാക്കുക എന്ന് മാത്രമല്ല, നടപ്പിലാക്കി കാണിക്കണം. അവരെ കൊണ്ട് ചെയ്ത് അവരെ ഉത്ബോധനം നടത്തി കൊണ്ടുവരും വേണം. അതിൽ 5 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണ്? വലാ തുശ്രികൂ ബിഹി ശൈആ, അല്ലാഹുവിൽ പങ്കുകാരെ ചേർക്കാൻ പാടില്ല. ചുരുക്കി പറയാം. രണ്ടാമത്തേത് എന്താണ്? വഅമറുകും ബിസ്സലാ, അവരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. മൂന്നാമത്തേത് എന്താണ്? വഅമറുകും ബിസ്സിയാം, അവരോട് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി പറയണം. വഅമറുകും ബിസ്സദഖ, അവരോട് സദഖ കൊടുക്കാൻ വേണ്ടി പറയണം. വആമറുകും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനോട് ദിക്ർ ചെല്ലാൻ വേണ്ടി അവരോട് ദിക്ർ ചെല്ലാൻ വേണ്ടിയും പറയണം. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. അപ്പൊ മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ സാഹിദായിരുന്നു, വലിയ തഖ്വയുള്ള മഹാനായിരുന്നു. നോക്കൂ നിങ്ങൾ, ഐഹിക വിരക്തി, ദുനിയാവിനോട് ഒരു താല്പര്യമില്ലാതെ ജീവിച്ച മഹാൻ, വലിയ സൂഫിയായി ജീവിച്ച മഹാൻ.
മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന ഈസ യൽബിസു സൂഫ് വകാന യഹ്യാ യൽബിസുൽ വബർ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആടിന്റെ തോല് കൊണ്ടുള്ള രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചപ്പോൾ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിലേറെ താഴ്ന്ന ചെറിയ വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നത്. വലം യകുൻ ലിവാഹിദിൻ മിൻഹുമാ ദീനാരിൻ വലാ ദിർഹമിൻ. ഒരു ദിർഹമോ അവരെ കയ്യിലില്ല, ഒരു ദീനാറും അവരെ രണ്ടുപേരെ കയ്യിലുമില്ല. അവർക്ക് അടിമയില്ല, അടിമ പെണ്ണില്ല, മുതലില്ല, സമ്പത്തില്ല. ഒരു നാട്ടിലേക്ക് പടച്ചിറപ്പയച്ച പ്രവാചകന്മാരാണ്. അത്ര ദുനിയാവിനോട് ഐഹിക വിരക്തിയിലായി ജീവിച്ച മഹാന്മാരാണ്. ആ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളിൽ നിന്ന് കാന കസീറൻ ഇൻഫിറാദു അനിന്നാസ്. ജനങ്ങളിൽ നിന്ന് പലപ്പോഴും ഒറ്റപ്പെടാനേ നോക്കുള്ളൂ, ഒറ്റപ്പെട്ട് ജീവിക്കാനേ നോക്കുള്ളൂ. ആർക്കെങ്കിലും മനസ്സിലായിന്നുണ്ടാവും എല്ലാം വലിയ ഉടനെ, പിന്നെ ആളുകളെല്ലാം കൂടെ കൂടും. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട ഇബാദത്തിനായി ജീവിക്കാൻ വേണ്ടി ശ്രമിച്ച മഹാനായിരുന്നു മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വയഅകുലു മിൻ വറഖിശ് ശജറ. മരത്തിന്റെ കൊമ്പൊക്കെ പൊട്ടിച്ച് അതിലെ ഇലകളൊക്കെ ഭക്ഷിക്കുമായിരുന്നു. വയരിദു മാഅൽ അൻഹാർ. അവര് പുഴയിലെ വെള്ളം ഉപയോഗിച്ചിരുന്നു. ആ വെള്ളമാണ് അവര് ഭക്ഷിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിച്ചത്. മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പച്ചപ്പുല്ല് തിന്ന് ജീവിച്ച മഹാനായിരുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ചരിത്രം പറയുന്നത് കാണാം. ബാപ്പ കുറെ കാലം കരഞ്ഞ് ദുആ ചെയ്തിട്ടുണ്ടായ ഒരു മോനാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ബാപ്പയും ഉമ്മയും ഒരു ദിവസം നോക്കുമ്പോ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെരഞ്ഞു പോവുകയാണ് അവര്. മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞ് അള്ളാഹുവിനെ ഓർത്ത് പേടിച്ച് കരഞ്ഞിട്ട് കവിൾത്തടത്തിലൂടെ കണ്ണുനീരൊലിച്ച അടയാളം അവരുടെ കവിൾത്തടത്തിൽ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയത് കാണാം. നോക്കൂ നിങ്ങൾ, മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാനില്ല. അങ്ങനെ അവിടുത്തെ പിതാവ് തെരഞ്ഞുപോയി. അങ്ങനെ പോയപ്പോൾ ഒരു മരുഭൂമിയിലെത്തി കണ്ടു. ഫലമ്മാ ഇജ്തമഅ ബിഹി. ആ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ വെച്ച് വാപ്പ കണ്ടപ്പോ അവിടെ ഇരുന്നിട്ടതാ അല്ലാഹനെ ഭയപ്പെട്ട് ഇങ്ങനെ കരയാണ് മോൻ. ഇത് കണ്ടപ്പോ വാപ്പ സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി എന്ന് ചരിത്രത്തിൽ കാണാം. ഇബ്നു മുബാറക് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അങ്ങനെ കാണാതായിട്ട് വാപ്പ തെരഞ്ഞു പോവാണ്. 3 ദിവസം കാണാതായി. അങ്ങനെ അതാ കുറച്ച് ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോ വാപ്പ തെരഞ്ഞു പോകുമ്പോ ഒഴിഞ്ഞ ഒരു മരുഭൂമിയിൽ വെച്ച് മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നു. കണ്ടപ്പോ എന്താ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്? ഫഇദാ ഹുവ ഖദ് ഇഹ്തഫറ ഖബറൻ. ഒരു ഖബർ കുഴിച്ചിരിക്കുന്നു യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖബർ സ്വന്തമായി കുഴിച്ചിരിക്കാണ്. 3 ദിവസത്തെ കാണാനില്ലല്ലോ. ഒഴിഞ്ഞ പ്രദേശത്ത് പോയിട്ട് ഖബർ കുഴിച്ചു. വഖാമ ഫീഹി. ആ ഖബറിൽ നിന്ന് നിസ്കാരം തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടിരുന്ന് കരയുകയാണ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പ ചോദിക്കുന്നു, യാ ബുനയ്യ, ഓ മോനെ. വാപ്പ വന്നിട്ട് ചോദിക്കാണ്, അനാതുലുബുക മിൻ 3 അയ്യാം. മോനെ, നിന്നെ 3 ദിവസമായല്ലോ ഞാനിങ്ങനെ തിരയാൻ തുടങ്ങിയിട്ട്. നീ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഖബർ കുഴിച്ചിട്ട് അതിൽ നിന്ന് നിസ്കരിച്ചിട്ട് കരയുകയാണോ മോനെ? അപ്പൊ ഉടനെ മോൻ വാപ്പയോട് പറയാണ്, അല്ലയോ പാ, അങ്ങ് കുറെ മുമ്പ് തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ സ്വർഗവും നരകവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ നരകത്തിന്റെ തീയണക്കണമെങ്കിൽ കണ്ണുനീര് കൊണ്ടല്ലാതെ സാധിക്കൂല എന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് സക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടക്കരച്ചിലായി പോയി. വാപ്പാനവരെ ആഖിറം കൊണ്ട് ചിന്തിപ്പിച്ച മഹാനാണ് മകനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ നീണ്ടു പോകുന്നു യഹ്യാ നബിന്റെ ചരിത്രം. ഞാൻ ചുരുക്കിയിട്ട് ആയത്തിലേക്ക് വരാം.
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരേ കാലക്കാരാണല്ലോ, അവസാനം വന്ന പ്രവാചകന്മാരാണല്ലോ. പരസ്പരം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിനയമാണ്. ജ്യേഷ്ഠത്തി അനുജത്തി മക്കളായിരുന്നുവല്ലോ അവര്. ആ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബിയോട് പറയുന്നു, അതെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അപ്പൊ ഈസാ നബി പറയും, ഞാൻ അതിന് അർഹനല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിനയം കാണിച്ചവരായിരുന്നു രണ്ട് നബിമാരും. അവസാനം യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നുകളയാണ് ആ നാട്ടുകാർ. എന്തിനാ കൊന്നതെന്നറിയോ? പല കാരണങ്ങളും കൊന്ന വിഷയത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രസിദ്ധമായ ഒരു വിഷയം, അവിടുത്തെ രാജാവ് മഹറമീങ്ങളായ സ്ത്രീകളെ, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറ്റാത്ത സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അത് ദീനിനെതിരാണല്ലോ. അപ്പോ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെതിരെ ശബ്ദിച്ചു, പാടില്ല, അങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പാടില്ല, ശബ്ദിച്ചു. അങ്ങനെ ശബ്ദിച്ചപ്പോ അതിന്റെ പേരിൽ വൈരാഗ്യം വെച്ചിട്ടാണ് രാജാവ് യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തലക്കും രക്തത്തിനും വില പറഞ്ഞ് ആളുകളെ വിട്ടു വധിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊന്നുകളഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മഹാനായിരുന്നു. ആ മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് അല്ലാഹു തആല പറയുന്നത്, അല്ല യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ, നിങ്ങൾക്ക് നല്ല ഒരു ഗ്രന്ഥം, വേദഗ്രന്ഥം നൽകി. വആതൈനാഹുൽ ഹുക്മ സബിയാ, മാത്രല്ല ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു തആല നബുവത്ത് കൊടുത്തു. വഹനാനം മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയാ, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, നല്ല അനുകമ്പയോടെ ജനങ്ങളോട് പെരുമാറുന്ന നല്ല ഒരു മോനായിട്ട്, ഒരു ദാഇയായിട്ടാണ് അല്ലാഹു തആല യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. വകാന തഖിയാ, നല്ല തഖ്വയുള്ള മഹാനായിരുന്നു. ജീവിതത്തിൽ ഒരു തെറ്റുപോലും സംഭവിച്ചിട്ടില്ല. മാത്രല്ല ഒരാൾക്കത് തെറ്റല്ലേ എന്ന് തോന്നുന്ന രീതിയിൽ പോലും യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ നിന്ന് സംഭവിച്ചിട്ടില്ല. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, ആ യഹ്യാ നബിന്റെ മഹത്വം പറയാണ്, വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയാ, മാതാപിതാക്കൾക്ക് നല്ല ഗുണം ചെയ്യുന്ന മോനായിരുന്നു. വബർറം ബിവാലിദൈഹി, അതേ മാതാപിതാക്കളോട് നല്ല പോലെ പെരുമാറുന്ന മോനായിരുന്നു. വലം യകുൻ ജബ്ബാറൻ അസിയാ, ഒരിക്കലും തന്നെ കിബറുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഒരിക്കലും തന്നെ അല്ലാഹുവിനോട് ഒരു ദോഷവും പ്രവർത്തിച്ചു പോയിട്ടില്ല. വബർറം ബിവാലിദൈഹി, മാതാപിതാക്കളോട്. എല്ലാ മഹാന്മാരുടെ വിജയം നോക്കിയാൽ കാണാം, ഒരു ഘടകതയിൽ എല്ലാ ഉയർന്ന മനുഷ്യന്മാരുടെ വിജയത്തിന്റെ കാരണവും ചെക്ക് ചെയ്താൽ ഒരു കാരണം ഇതാണ്, മാതാപിതാക്കളെ നല്ല പോലെ നോക്കി അവരോട് വബിൽ വാലിദൈനി ഇഹ്സാനാ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. ആ പെരുമാറ്റം ഉണ്ടായാൽ വിജയമാണ്, വിജയത്തിന്റെ കാരണം അതാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ അത് റിലൽ വാലിദ്, അള്ളാഹുവിന്റെ തൃപ്തി എവിടെയാണ്? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. മാതാപിതാക്കളെ തൃപ്തി വാങ്ങാതെ നമ്മൾ എന്ത് അള്ളാഹിന്റെ അടുത്ത് എത്ര വലിയ ആബിദായിട്ടും കാര്യമില്ല. അള്ളാഹുവിന്റെ തൃപ്തി റിലൽ വാലിദ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അപ്പൊ ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടൂല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഏറ്റവും നല്ല അഫ്ളലായ അമൽ ഏതാണ് നബിയെ എന്ന് ചോദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് നബിയെ? ഖാല അസ്സലാത്തു അവ്വലു വഖ്തിഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നാമതായി
നിസ്കാരം അതിന്റെ ആദ്യത്തെ അവ്വൽ വക്തിൽ നിർവഹിക്കലാണ്. രണ്ടാമത് ചോദിച്ചു സുമ്മയ്യോ നബിയെ, പിന്നെ ആരോടാണ്, പിന്നെ ഉള്ള അമൽ ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സുമ്മ ബിർറുൽ വാലിദൈൻ. പിന്നെന്താ? ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഉമ്മാനോടും ഉപ്പാനോടും വലിയ കടപ്പാട് നമ്മൾക്കുണ്ട്. ആ കടപ്പാട് നമ്മൾ തീർക്കണം. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉമ്മയോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് എന്ന് ഒരു സഹാബി വന്ന് ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ സംഭവം നമുക്കൊക്കെ അറിയാം. എന്തുകൊണ്ടാണ് ആ 3 പ്രാവശ്യം തങ്ങൾ ഉമ്മ എന്ന് പറയാൻ കാരണം എന്നറിയോ? മഹാനായ ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീർ ഖുർത്തുബിയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് ഒരാള് ചോദിക്കുന്നു, സഹാബിന്റെ ചോദ്യം, നബിയെ, ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത് ആരോടാണ്? അപ്പൊ പറഞ്ഞു ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. രണ്ടാമതും ചോദിച്ചപ്പോ പറഞ്ഞു നിന്റെ ഉമ്മയോട്. മൂന്നാമത്തെ ചോദ്യത്തിനും മറുപടി നിന്റെ ഉമ്മയോട്. 4ാമത്തെ പ്രാവശ്യമാണ് അബൂക്ക, നിന്റെ വാപ്പയോട് എന്ന് പറഞ്ഞത്. എന്തേപ്പോ ഇതിങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ അങ്ങോട്ട് ആവർത്തിക്കാനുള്ള കാരണം അല്ലേ? 3 പ്രാവശ്യം ഉമ്മാനെ പറയാനുള്ള കാരണം എന്താണെന്ന് ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീർ ഖുർത്തുബിയിൽ പറയുന്നു. എന്താണ് അതിന് കാരണം? 3 കാരണമുണ്ട്. വാപ്പാക്ക് ചെയ്യാൻ പറ്റാത്ത 3 കാരണങ്ങൾ അത് ഉമ്മ ചെയ്തു പോയി. ഒന്നാമത്തെ എന്താണ്? അന്ന സുഊബത്തൽ ഹംലി, വാപ്പക്ക് ഗർഭം ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അത് വേദന സഹിച്ചിട്ട്, പ്രയാസം സഹിച്ചിട്ട് ഉമ്മയാണ് ഗർഭം ചുമന്നിട്ടുള്ളത്. വസുഊബത്തൽ വളഇ, വാപ്പാക്ക് പ്രസവിക്കാൻ കഴിഞ്ഞിട്ടില്ല, 2ാമത്തെ ഉത്തരവാദിത്തം കടപ്പാട്, ഉമ്മയാണ് നിന്നെ പ്രസവിച്ചത്. ഗർഭം ചുമക്കുമ്പോ വലിയ പ്രയാസം ഉണ്ടാകും. അത് ഭാര്യമാരും ഉമ്മമാരൊക്കെ അനുഭവിച്ചത് ചോദിച്ചാൽ അറിയാമല്ലോ. എന്നാൽ പ്രസവം നടക്കുന്ന സമയത്തും അതിലേറെ പ്രയാസാണ്. നമ്മൾ പറയും സുഖപ്രസവം അല്ലേ, പ്രസവിച്ചതിനെ വേണ്ടോ, ഇത് അത്ര വലിയ സുഖമൊന്നുമില്ല പ്രസവിക്കും. സുഖപ്രസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സുഖപ്രസവം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അല്ല എന്നാ ഉദ്ദേശിക്കുള്ളൂ. പക്ഷെ ഇന്ന് ഓപ്പറേഷനാണ് സുഖപ്രസവം എന്ന് തോന്നുന്നുണ്ട് അല്ലേ? നേരെ ഉൾട്ടയാണ്. അപ്പോ ഈ 2 ഒന്നാമത്തെ കടമ്പ ഏതാണ്? വാപ്പാക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നബി തങ്ങൾ 3 പ്രാവശ്യം ഉമ്മുക്ക 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 എന്ന് പറയാനുള്ള കാരണത്തിൽ ഒന്ന്, ഉമ്മയാണ് നിന്നെ ഗർഭം ചുമന്നത്. ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം ഉമ്മയാണ് നിർവഹിച്ചത്. അതുകൊണ്ട് ഒന്നാമതായി നിന്റെ കടപ്പാട് നിന്റെ ഉമ്മയോട്. 2ാമതായി നിന്നെ ആ ഗർഭം ചുമന്നു മാത്രല്ല, നിന്നെ വേദന സഹിച്ച് പ്രയാസപ്പെട്ട് പ്രസവിച്ചത് നിന്റെ ഉമ്മ തന്നെ. അതിലും ബാപ്പാക്കൊരു റോളും ഉണ്ടായില്ല. അതുകൊണ്ട് 2ാമതും നിന്റെ എല്ലാ കടപ്പാടും ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് തന്നെ. 3ാമത്തത് എന്താണ്? മൂന്നാമതായി നിന്നെ ജനിച്ചു കഴിഞ്ഞിട്ട് നിന്നെ മുലയൂട്ടി വളർത്തിയിട്ട് അതേ 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ നിനക്ക് പാല് നിന്നെ തെർബിയത്ത് നടത്തിയതും അതും ഉമ്മ തന്നെ. പാല് കൊടുക്കുന്ന വിഷയത്തിൽ വാപ്പാക്കൊരു റോളും ഉണ്ടായിട്ടില്ല അല്ലേ? 2 വർഷം ഹൗലൈനി കാമിലൈനി, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുലപ്പാല് കൊടുക്കേണ്ടത് 2 വർഷം തികച്ചു കൊടുക്കണം. പെണ്ണുങ്ങൾ സൗന്ദര്യം കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പാലുടി നിർത്താൻ ചില പെണ്ണുകളൊക്കെ തീരുമാനിക്കും. പെണ്ണ് പാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനോട് കുട്ടിക്ക് പാല് കൊടുക്കണേ എനിക്ക് കൂലി തരണം എന്ന് പറഞ്ഞ കൂലി കൊടുക്കണം എന്ന മസല അവർ കേൾക്കണ്ടല്ലേ. നമ്മള് മോനെ പാല് കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൂലി തരണമെന്ന് പെണ്ണ് അവകാശപ്പെട്ടാൽ ഭർത്താവ് കൂലി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പെണ്ണിന്റെ സ്ഥാനം ഇസ്ലാം പറയുന്നത് ഇവിടെ കേട്ടോ, ശ്രദ്ധിക്കണ്ടേ. പെണ്ണിന് സ്ഥാനല്ല ഇസ്ലാം പരിഗണിച്ചില്ല എന്ന് പറയണ്ടല്ലോ. അവരിതൊക്കെ പഠിക്കണം. ആ പെണ്ണിന് അപ്പോ അത്രയും ഉമ്മ ഗർഭം ചുമന്നു, പ്രസവിച്ചു, പാല് തന്ന് 2 വയസ്സ് വരെ പാല് കൊടുക്കാൻ പഠിച്ചോൻ പറഞ്ഞു. ആ കുട്ടിക്ക് കൊടുക്കണം. അതിന് മുമ്പ് എന്തെങ്കിലും കാരണവശാൽ പാലുകൂടി നിർത്തിയ കുട്ടികളെ നോക്ക്,
പ്രതിരോധ ശക്തി ഉണ്ടാകൂല, വളർച്ചയിൽ പല അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കും. ഈ 2 വയസ്സ് വരെ ഉമ്മയുടെ അമ്മിഞ്ഞയിൽ നിന്ന് കിട്ടുന്നത് അത്രയും ഔഷധ വീര്യമുള്ള പാലാണ്. പ്രതിരോധ ശക്തിക്കും മറ്റു എല്ലാ വിഷയങ്ങൾക്കും ആരോഗ്യത്തിനുമൊക്കെ. അപ്പൊ 2 വയസ്സ്, ഇതിൽ ഒരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. അതിൽ 2 വയസ്സ് വരെ പാല് കൊടുക്കണം എന്ന് പറഞ്ഞാലേ ഒരു കുട്ടി ഉണ്ടായിട്ട് അടുത്ത കുട്ടി ഉണ്ടാകാൻ 2 വർഷത്തെ ഗ്യാപ്പിലും കൊടുക്കണം എന്നാ. കൊല്ലം കലണ്ടർ അടിക്കണ മാതിരി കൊല്ലം കുട്ടികൾ എന്നുള്ള പരിപാടിയല്ല. ഇടയ്ക്കൊക്കെ ഒരു 2 കൊല്ലത്തെ ഗ്യാപ്പിലാണ് കുട്ടികൾ ഉണ്ടാവേണ്ടത് എന്നൊരു ആശയം കൂടെ നമ്മളോടൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. മക്കള് വേണം. തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, നിങ്ങൾ നിക്കാഹ് കഴിക്കണം, വിവാഹം ചെയ്യണം, മക്കളെ ധാരാളം നിങ്ങളിൽ ഉണ്ടാകണം. അത് എന്റെ ഉമ്മത്തിൽ ഞാൻ അതിന് അഭിമാനം കൊള്ളുന്നു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഒന്ന്, നമുക്കൊന്ന്, അല്ലെങ്കിൽ നമുക്ക് 2 എന്നുള്ളതല്ല, മക്കള് വേണം. അപ്പോ മക്കളെ പാല് കൊടുത്ത് വളർത്താനുള്ള ഉത്തരവാദിത്തം ആർക്കായിരുന്നു? ഉമ്മയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് 3ാമതും നിന്റെ ഉമ്മയോടാണ് മോനെ എന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഉമ്മയോട് വലിയ കടപ്പാടുണ്ട്, ബാപ്പയോടും കടപ്പാടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അതാ ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ നബിയെ. ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഅദിനുഹു ഫിൽ ജിഹാദി. നബി തങ്ങളുടെ അടുക്കിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കാണ്, നബിയെ, ഞാൻ യുദ്ധം ചെയ്തോട്ടെ, യുദ്ധം ചെയ്യാൻ സമ്മതം തരുമോ? ഫഖാല, അപ്പൊ അദ്ദേഹത്തോട് മുത്ത് നബി തങ്ങൾ ചോദിച്ചതെന്താണ്? അഹയ്യും വാലിദാക, നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ മോനെ? ഖാല നഅം, അതേ നബിയെ, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ചോദിച്ചു, വതറക്തുഹുമാ യബ്കിയാൻ, നീ യുദ്ധത്തിന് വേണ്ടി പോന്നപ്പോ അവരോട് നീ യാത്ര പറഞ്ഞപ്പോ അവര് കരഞ്ഞു പോയിട്ടുണ്ടോ മോനെ? കരഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി പറയുന്നു, അതേ നബിയെ, ഞാൻ ഇങ്ങോട്ട് യുദ്ധത്തിന് പോരുമ്പോ ഇനി തിരിച്ചു വരുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ, എന്റെ ഉമ്മയും ബാപ്പയും കരഞ്ഞു പോയിട്ടുണ്ട്. ഖാല, അവരോട്, ആ സ്വഹാബിയോട് മുത്തുനബി തങ്ങൾ പറയാണ്, ഇദ്ഹബ് ഫഅൽഹിഖുമാ കമാ അബ്കൈതുഹുമാ, നീ പോന്നപ്പോ കരഞ്ഞത് കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠത എന്താണ്? തിരിച്ചുപോയിട്ട് കരഞ്ഞുപോയ ഉമ്മാനെയും ബാപ്പാനെയും നീ തിരിച്ചു നിന്നിട്ട് ചിരിപ്പിക്കുമോനെ. ഇത് ഉമ്മാന്റെയും ബാപ്പാന്റെയും പവറാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഉമ്മാനെയും ബാപ്പാനെയും പറ്റി പറയണേ, അങ്ങനെ പറയണ്ട. നമ്മൾ പല ആയത്തുകളും വിശദീകരിച്ചപ്പോ പലതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചുരുക്കി പറയാം. വബർറം ബിവാലിദൈഹി, അപ്പോൾ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പാക്കും ഉമ്മാക്കും നല്ല ഗുണം ചെയ്യുന്ന മോനായിരുന്നു. ഒരു നല്ല ലക്ഷണം ഒന്നാമതായി അല്ലാഹ് എണ്ണിയതാണ്, ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തം കിട്ടിയ മോനാണ്. ഉമ്മാന്റെ പൊരുത്തം കിട്ടാതെ, ബാപ്പാന്റെ പൊരുത്തം കിട്ടാതെ ഒരാൾ എവിടെയും എത്തിച്ചേരാൻ പോകുന്നില്ല. രണ്ടാമത്തത് എന്താണ്? വലം യകുൻ ജബ്ബാറാ, ആ മകൻ കിബർ നടിക്കാത്ത മോനായിരുന്നു. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിബർ ഉണ്ടായിരുന്നില്ല. ആസിയൻ ലിറബ്ബി, അല്ലാഹുവിനോട് ഒരിക്കലും തെറ്റ് ചെയ്യുന്ന മോനായിരുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഈ 3 നല്ല പവിത്രതകളും ഉണ്ടായപ്പോ വസലാമുൻ അലൈഹി യൗമ ഉലിദ വയൗമ യമൂതു വയൗമ യുബഅസു ഹയ്യാ, ഇങ്ങനെയൊക്കെ നല്ല മോനായതുകൊണ്ട് വസലാമുൻ അലൈഹി യൗമ ഉലിദ, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ദിവസത്തിൽ സമാധാനം. വയൗമ യമൂതു, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി ഷഹീദായി പോയപ്പോഴും സമാധാനം. വയൗമ യുബഅസു ഹയ്യാ, നാളെ ആഖിറത്തിലേക്ക് വരുന്ന സമയത്തോ അവിടെയും നല്ല സമാധാനത്തോടെ വരുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുഞ്ഞായപ്പോൾ തന്നെ അല്ലാഹു തആല നബുവത്ത് നൽകി, നല്ല മഹാനായി വളർന്നു, സൂഫിയായി. അത് ബാപ്പയെ വരെ അവിടത്തെ അള്ളാഹുവിനോടുള്ള ഖുശൂ കണ്ട് കരയിപ്പിച്ച ജീവിതത്തിന്റെ മാതൃക കാണിച്ച മഹാനാണ്
യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ ചരിത്രം ഇവിടെ വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഖിസ്സത്തു മറിയം ബീവി അലൈഹിസ്സലാം വവിലാദത്തു ഈസാ അലൈഹിമസ്സലാത്തു വസ്സലാം. മറിയം ബീവി ഈസാ നബി അലൈഹിമസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്കാണ് ഇനി സൂറത്ത് പോകുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്കത് പറയാം.